ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ ഗണേശായ നമഃ. ഓം ശ്രീ സരസ്വത്യേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ശ്രീ മഹാത്രിപുരസുന്ദര്യേ നമഃ. ഓം ശ്രീ ഗണേശായ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ സരസ്വത്യേ നമഃ. സൗന്ദര്യലഹരി മംഗളാചരണം. സൗന്ദര്യലഹരീ കർത്രേ സർവമംഗളദായിനേ ശങ്കരാചാര്യവര്യായ യതിരാജായ തേ നമഃ. നമുക്കെല്ലാവർക്കും ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 50ാമത്തെ ശ്ലോകം 50. കവീനാ സന്ദർഭസ്തവകമകരന്ദൈകരസികം കടാക്ഷവ്യാക്ഷേപ ഭ്രമരകളഭൗ കർണയുഗളം അമുഞ്ചന്തോ ദൃഷ്ട്വാ തവ നവരസാസ്വാദതരളൗ അസൂയാം സംസർഗാദ് അളികനയനം കിഞ്ചിദരുണം. പദച്ഛേദം ചെയ്യാം. കവീനാം സന്ദർഭ തബകമകരന്ദൈകരസികം കടാക്ഷ വ്യാക്ഷേപ ഭ്രമരകളഭൗ കർണയുഗളം അമുഞ്ചന്തോ ദൃഷ്ട്വാ തവ നവരസാസ്വാദതരളൗ അസൂയാ സംസർഗാദ് അളികനയനം കിഞ്ചിത് അരുണം. കവീനാം കാവ്യകാരന്മാരുടെ സന്ദർഭസ്തബക മകരന്ദൈകരസികം കാവ്യസന്ദർഭമാകുന്ന പൂങ്കുലയിൽ. ധാരാളം കാവ്യകാരന്മാർ, കാവ്യം രചിക്കുന്നവർ ഒക്കെ അങ്ങനെയുള്ള അവരുടെ കാവ്യസന്ദർഭമാകുന്ന, അതായത് ഒരു സന്ദർഭം ഉണ്ടാവണം കാവ്യം രചിക്കണമെങ്കിൽ. ആ സന്ദർഭം എന്ന് പറഞ്ഞാൽ അതിനൊരു ഹെഡിങ് ഉണ്ടാവുമല്ലോ. അങ്ങനെയുള്ള കാവ്യസന്ദർഭമാകുന്ന പൂങ്കുലയിൽ നിന്നൊഴുകുന്നതായ പൂന്തേനിൽ അത്യന്തം താല്പര്യത്തോടു കൂടിയ നിന്തിരുവടിയുടെ കർണയുഗളം. അപ്പോൾ അത് 2 ചെവികളെ പറ്റി, കർണം പറഞ്ഞ ചെവി. അപ്പോൾ അത് ആ തേനിൻ്റെ അകത്തുനിന്ന് അത്രയധികം ഉപമിക്കുന്നതാണ്, ഉൽപ്രേക്ഷ ഉപമയെല്ലാം ഇവിടെ വരുക. അപ്പോൾ അങ്ങനെ ഒഴുകുന്ന തേനിൻ്റെ താല്പര്യത്തോടു കൂടിയ നിന്തിരുവടിയുടെ കർണയുഗളം 2 ചെവികളെ എന്ത് പറയുന്നത്, തേനിന് ഒഴുകുന്നത്. കടാക്ഷ വ്യാക്ഷേപ ഭ്രമരകളഭൗ കടാക്ഷങ്ങൾ എന്ന വ്യാജേനയുള്ള 2 ചെറുവണ്ടുകൾ നവരസാസ്വാദ തരളു കാവ്യാമൃതത്തിലുള്ള ശൃംഗാരാദി നവരസങ്ങളെ ആസ്വദിക്കുന്നതിൽ ആസക്തിയോട് കൂടിയവയായിട്ട് അമുഞ്ചന്തോ പിരിയാതിരിക്കുന്നവയായി ദൃഷ്ട്വാ കണ്ടിട്ട്, എന്താ, ചെവി കണ്ണുകൊണ്ട് കാണുകയും ചെവി കൊണ്ട് കേൾക്കുകയും ചെയ്യാം. ആ രസം, ആ തേന് അത് ആ കാവ്യരസം കണ്ണുകൊണ്ട് കുടിക്കുകയും ചെവി കൊണ്ട് കുടിക്കുകയും എന്ന് പറയാം. ചെവി കൊണ്ടത് കേൾക്കുകയും കണ്ണുകൊണ്ടത് കാണുകയും ചെയ്യുമ്പോൾ അത് അനുഭവിക്കുക. ആ 2 ചെവികളെ കടാക്ഷ വ്യാക്ഷേപ ഭ്രമരകളവ് കടാക്ഷങ്ങൾ എന്ന വ്യാജേനയുള്ള 2 ചെറുവണ്ടുകൾ 9 രസങ്ങളാണല്ലേ. ഈ കാവ്യത്തിലും നാട്യത്തിലുമൊക്കെ നവരസങ്ങളുണ്ട്. അപ്പോൾ നവരസാസ്വാദ തരളോ കാവ്യാമൃതത്തിലുള്ള ശൃംഗാരാദി നവരസങ്ങളെ ആസ്വദിക്കുന്നതിൽ ആസക്തിയോടുകൂടിയവയായിട്ട് അമുഞ്ചന്തോ പിരിയാതിരിക്കുന്നവയായി ദൃഷ്ട്വാ കണ്ടിട്ട്, ഈ 2 കണ്ണുകളും ചെവികളും പിരിയാതിരിക്കുന്നതായിട്ട് കണ്ടിട്ട്, അസൂയ സംസർഗാദ് അസൂയ ബാധിച്ചത് നിമിത്തം അളികനയനം നെറ്റിത്തടത്തിലുള്ള തൃക്കണ്ണ്, അത് 3ാമതൊരു കണ്ണുണ്ടല്ലോ, അത് അഗ്നിസ്വരൂപത്തെ അഗ്നിയെ കുറിക്കുന്നു എന്നല്ലേ പറഞ്ഞു. അപ്പോൾ കിഞ്ചിത് കുറഞ്ഞൊന്ന് അരുണ രക്തവർണ്ണത്തോടു കൂടിയ, ചുവപ്പ് കളറാന്ന് പറഞ്ഞല്ലോ നമ്മൾ, അഗ്നിയുടെ വർണ്ണത്തോട് രക്തവർണ്ണത്തോട് കൂടിയതായി ഭവിക്കുന്നു. അപ്പോൾ അസൂയ കൊണ്ടാണ് അത് രക്തവർണ്ണത്തോട് കൂടിയതായി. മറ്റു 2 കണ്ണുകളോട് ഇത് കേൾക്കാനും കാണാനുള്ള ഇതുകൊണ്ട് ആസ്വദിക്കാനുള്ള കഴിവ് കുറച്ചൊന്ന് കുറഞ്ഞതുകൊണ്ട് അസൂയ ഉണ്ടായി ഈ 3ാം തൃക്കണ്ണിന് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ 3 തൃക്കണ്ണുകളുള്ളവയിൽ 2 കാവ്യാമൃത പാനം സിദ്ധിക്കുമ്പോൾ
ഒന്നിന് അസൂയുണ്ടാകുന്നു, മൂന്നാം തൃക്കണ്ണിന് അസൂയുണ്ടാകുന്നു എന്നാണ് പറയുന്നത്. അല്ലയോ ഭഗവതി, കാവ്യകാരന്മാരുടെ കാവ്യങ്ങളിലുള്ള സന്ദർഭഗുണമാകുന്ന പൂങ്കുലയിൽ നിന്നൊഴുകുന്ന പൂന്തേന്. ഒരു സന്ദർഭം ഉണ്ടാവും കാവ്യം എഴുതുമ്പോൾ, കാവ്യം എന്തെങ്കിലും ഒരു ഗുണം, സന്ദർഭ ഗുണം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള പൂന്തേനിൻ്റെ ആസ്വാദനത്തിൽ മുഖരസത്തോടു കൂടിയ നിന്തിരുവടിയുടെ രണ്ട് കർണങ്ങളെയും മുഖ്യരസത്തോടു കൂടിയ നിന്തിരുവടിയുടെ രണ്ട് കർണങ്ങളെയും വിട്ടുപിരിയാതെ എല്ലായ്പ്പോഴും കാവ്യാമൃതത്തിലുള്ള ശൃംഗാരാദി നവരസങ്ങളെ ആസ്വദിക്കുന്നതിൽ ആസക്തരായ കടാക്ഷം പറഞ്ഞാൽ കണ്ണുകൊണ്ട് നോക്കുക. അപ്പോൾ ആസക്തങ്ങളായ കടാക്ഷവ്യാജത്തിലുള്ള രണ്ട് ചെറുകണ്ണുകളെ കണ്ടിട്ട്, രണ്ട് കണ്ണുകളെ കണ്ടിട്ട് എനിക്ക് ഈ നവരസാസ്വാദ രൂപസുഖം ഭവിക്കുന്നില്ലല്ലോ എന്നുള്ള അസൂയ മൂന്നാം തൃക്കണ്ണിന്. അസൂയ ബാധിക്കുന്ന നിമിത്തം തിരുനെറ്റിയിലുള്ള തൃക്കണ്ണ് അല്പം അരുണവർണ്ണത്തോടു കൂടിയായിട്ട് ഇരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഉപമിക്കുന്നതാണല്ലേ, ഉൽപ്രേക്ഷ ഉപമ എല്ലാമാണ് അലങ്കാരമായിട്ടെല്ലാം വരുന്നത്. അപ്പോൾ ഇവിടെ എല്ലാത്തിനും അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഭഗവത്പാദർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ട് നല്ല കരിവണ്ട് പോലത്തെ കണ്ണിനോട് മൂന്നാം തൃക്കണ്ണെന്ന് പറഞ്ഞാൽ ഈ എല്ലാത്തിനെയും ദഹിപ്പിക്കുന്നതാണല്ലോ, അതുകൊണ്ടല്ല അഗ്നിയുടെ സ്വരൂപമുള്ളത്. അപ്പോൾ അതുകൊണ്ടാണല്ലോ അത് അരുണവർണ്ണമുള്ളത്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഈ അലർട്ടായിട്ട് ഇരിക്കണം മൂന്നാം തൃക്കണ്ണിന്. ഈ രണ്ട് കണ്ണാണെങ്കിലും നല്ല ആസ്വാദനത്തിൻ്റെ ഭംഗിയിൽ ആസ്വദിച്ചുകൊണ്ടിരിക്കണം. അപ്പോഴാണ് അസൂയ വന്നത് എന്നായിരിക്കും സങ്കല്പം. ഹരി ഓം. നമ്മളെല്ലാവരെയും ഭഗവതി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓം തത്സത്. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൻ കരോമി യദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീമന്നാരായണായേതി സമർപ്പയാമി. ഓം ശ്രീ മഹാദേവ്യേതി സമർപ്പയാമി. സർവത്ര ദേവീ നാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യേ നമഃ. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.